വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. വിനോദസഞ്ചാര മേഖലകളിൽ വൃത്തിയുറപ്പിക്കാൻ ടൂറിസം വകുപ്പ് 14 ജില്ലകളിലും നടപ്പാക്കുന്ന പദ്ധതി ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിൽ നിന്നും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി. കേരള രാജഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജഹംസം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം കോഴിക്കോട്. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ CPR പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഹൃദയപൂർവ്വം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയങ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹ രഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് ബലോട്ട്. കേരളത്തിൻ്റെ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങിനത്തിൽപ്പെട്ട പുതിയ സസ്യവർഗം ക്ലോറോഫൈറ്റം വനപുഷ്പം. രാജ്യത്തെ പണമിടപാട് സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി പേയ്മെൻറ്റ്സ് റെഗുലേറ്ററി ബോർഡ് രൂപീകരിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് റിങ്കു സിംഗ്. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ ശ്രീലങ്ക. ഒക്ടോബർ 3 വേൾഡ് സ്മൈൽ ഡേ. ഒക്ടോബർ 3 2025 ഒക്ടോബറിൽ അന്തരിച്ച ലോകപ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റ് ജെയിൻ ഗൂഡാൾ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ഗവേഷണം നടത്തിയ നോബൽ സമ്മാന നേതാവ് ജോർജ് സ്മൂട്ട്. 62ാമത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് P. ഇനിയൻ. 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി WGS എവിടെയാണ് നടന്നത്? ദുബായ്. ശാസ്ത്രീയ ഗവേഷണം കൂടുതൽ പ്രാപ്യമാക്കുന്നതിനായി സരൽ എന്ന ഉപകരണം ആരംഭിച്ച സ്ഥാപനം അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഹിമപ്പുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഹിമാചൽ പ്രദേശ്. 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ് ബുവാലോയ് ചുഴലിക്കാറ്റ്. ഒക്ടോബർ 4 വേൾഡ് ആനിമൽ ഡേ മൃഗദിനം. ഒക്ടോബർ 4 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് ദൗത്യം ആരംഭിച്ച ബഹിരാകാശ സംഘടന നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ കാറ്റ്സ്.
വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന സംസ്ഥാന പുരസ്കാരം നേടിയത്. ഓളവണ്ണ ഗ്രാമപഞ്ചായത്ത്. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ച സൂര്യബാലയുടെ കൃതി കൗണ്ടസ് കോ വാസ്റ്റ് വേനു കി ഡയറി. ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം മീരാഭായ് ചാനു. ഒക്ടോബർ 5 ലോക ബഹിരാകാശ വാരം. ഒക്ടോബർ 4 മുതൽ 10 വരെ ഗോവയിൽ വെച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലേ ഓഫീസറായി നിയമിതനായത് MS ഗോപകുമാർ. കാനഡയിൽ നടന്ന രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ഏത് സെക്ഷനിലാണ് ഇന്ത്യയെ ഗവേണിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത്? 42nd സെക്ഷൻ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ചന്നുലാൽ മിശ്ര. ലോ വാ കാലം ദ ലാവാ ക്വാലം എന്ന പേരിൽ AMF ഹുസൈൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഖത്തർ. വാട്സപ്പിന് ബദലായി ഇന്ത്യൻ ആപ്പ് ആറാട്ടി. 49ാമത് വയലാർ അവാർഡ് ജേതാവ് E സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ. ഒക്ടോബർ 6 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശക്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ വിജയരാജ മല്ലിക. സംസ്ഥാനത്തെ ആദ്യ ജലബന്ധര തടയണ പദ്ധതി ഭാരതപ്പുഴ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. 2025 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായവർ മേരി E ബ്രൻകോവ്, ഫ്രെഡ് റാസ്ഡൽ, ഷിമോൺ സഖാക്കുച്ചി. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനായുള്ള പുരസ്കാരം. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം റഷ്യ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ പവിഴപ്പുറ്റ് ലാർവ ക്രിയോ ബാങ്ക് ആരംഭിച്ച രാജ്യം ഫിലിപ്പൈൻസ്. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാനത്തിന് അർഹനായത് C ഭാഗ്യനാഥ്. ഒക്ടോബർ 7 VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം 2025 അർഹനായത് S രാമചന്ദ്രൻ പിള്ള. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 2025-26 ഇറാനി കപ്പ് കിരീടം നേടിയത് വിദർഭ. കൊങ്കൺ 2025 ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? ഇന്ത്യ UK. കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കോട്ടയം മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ITI നവീകരണത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി PM-SETU. 2025 ഒക്ടോബറിൽ 10ാമത്തെ ദേശീയ തല മലിനീകരണ പ്രതികരണ വ്യായാമം NAPOREX നടന്നത് ചെന്നൈ. 2025 ഭൗതികശാസ്ത്ര നോബലിന് അർഹനായത് ജോൺ ക്ലാർക്ക്. ബ്രിട്ടനിലെ മിഷൻ H ഡോവറൈറ്റ്. ഫ്രാൻസുകാരൻ ജോൺ M മാർട്ടിനസ് US. ഒക്ടോബർ 8 113ാം ജന്മദിന ആഘോഷം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ജോവോ മരീനിയോ നെറ്റോ. IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യമൊരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കര, കൊല്ലം. മറൈൻ
സ്വാവൺഷിപ്പ് കൗൺസിൽ MSSC സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം സുസ്ഥിര മത്സ്യബന്ധന രീതികൾ അംഗീകരിക്കുന്നതിനും പ്രതിഫലം നൽകുന്നതിനും. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് മുംബൈ 1. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ റാൻസ്ഹൗകാരി ഹിംകറി നാട്ടിൽ. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ഒക്ടോബർ 9 ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ IRSA സ്റ്റാൻഡേർഡ് 1.0 വികസിപ്പിച്ചെടുത്ത സ്ഥാപനം പ്രതിരോധ ഗവേഷണ വികസന സംഘടന. 2025 കെമിസ്ട്രി നോബൽ പുരസ്കാരം ലഭിച്ചത് സുസുമു കിറ്റ്വാക, റിച്ചാർഡ് റോബ്സൺ, ഒമാർ M. യാക്കി. ഇന്ത്യയിലെ അടുത്ത US അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോർജിയോ ഗോർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഒക്ടോബർ 10 ദേശീയ പോസ്റ്റൽ ദിനം. ഒക്ടോബർ 10 LUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് 2025 നടക്കുന്നത് അബുദാബി. ഇന്ത്യയിൽ സൈന്യം തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനം സക്ഷം കൗണ്ടർ UAS ഗ്രിഡ് സിസ്റ്റം. 2025 ഒക്ടോബറിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് രാജ്ഭവൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. ഫോബ്സ് പുറത്തിറക്കിയ 2025 ഇന്ത്യൻ സമ്പന്ന പട്ടികയിൽ വ്യക്തിഗത സമ്പന്നരിൽ ഒന്നാമതെത്തിയത് മുകേഷ് അംബാനി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരണത്തിനായി HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതി ഏകത്വ. 2025 സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ. ഇത്രയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.